നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ സ്പെഷ്യൽ ന്യൂസ്. ഈ ഗവൺമെന്റിന്റെ മുഖമുദ്ര ജനവഞ്ചനയാണെന്ന് PD സതീശൻ ഒരിക്കൽ കൂടി അടിവരയിട്ട് പ്രഖ്യാപിക്കുന്ന ദിവസമാണിത്. കാരണം ഇന്ദിരാഗാന്ധി എന്ന പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപനത്തിന്റെ ഭാഗമായി പ്രിയദർശിനി പദ്ധതി UDF നേതൃത്വം തെരഞ്ഞെടുപ്പിന് മുന്നേ പ്രഖ്യാപിച്ചതാണ്. അന്ന് ഇവിടെ പറഞ്ഞതുപോലെ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. ഓർഡിനറി സർവീസ് എന്നല്ല പറഞ്ഞത്, ആസ്റ്റ് എന്നല്ല പറഞ്ഞത്, സർക്കാർ ഉടമസ്ഥതയിലുള്ള മുഴുവൻ ബസ്സുകളിലും വനിതകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കും എന്നാണ് UDFന്റെ പ്രകടന പത്രികയിൽ അടിവരയിട്ട് പറഞ്ഞത്. യാത്രാ സൗജന്യം എല്ലാ വിഭാഗം KSRTC ബസ്സുകളിലും നടപ്പിലാക്കുക. അഡ്വക്കേറ്റ് പി സുധീർ. UDF തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്ന എല്ലാ വിഭാഗം KSRTC ബസ്സുകളിലും വനിതകൾക്ക് സൗജന്യ യാത്ര എന്നത് പരിമിതപ്പെടുത്തി ഏതാനും ഓർഡിനറി ബസ്സുകളിൽ മാത്രം ചുരുക്കിയതിൽ പ്രതിഷേധിച്ച് BJP നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിൽ ധർണ നടന്നു. BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് SR രജികുമാർ അധ്യക്ഷത വഹിച്ച ധർണയിൽ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് B സുധീർ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസ്തുത യോഗത്തിൽ BJP ജില്ലാ ജനറൽ സെക്രട്ടറി M ബാലമുരളി സ്വാഗതവും ജില്ലാ ജനറൽ സെക്രട്ടറി രാജേഷ് മാധവൻ നന്ദിയും രേഖപ്പെടുത്തി. BJP ഇലകമൻ സതീശൻ, നേതാക്കളായ ഒറ്റൂർ മോഹൻദാസ്, ഗണേഷ് M പിള്ള, വക്കം അജിത്, മുതാക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി, അടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കീർത്തി എന്നിവർ നേതൃത്വം നൽകി. ഇതാണ് അന്ന് BJP ജനങ്ങളോട് പറഞ്ഞത്. പൂർണ്ണമായും അത് നടപ്പിലാക്കാൻ പശ്ചിമബംഗാളിൽ BJP ഗവൺമെന്റ് തയ്യാറായി. കേരളത്തിലും അതുപോലെ തന്നെയാണ് UDF സർക്കാർ